സ്വന്തം തട്ടകങ്ങളിൽ പോലും RJD-യുടെ യാദവ തട്ടകങ്ങൾ പോലും തകർത്ത് കളയുന്ന മട്ടിലുള്ള ഒരു വലിയ സുനാമിയായി ആഞ്ഞടിക്കാൻ അവിടെ NDAക്ക് കഴിഞ്ഞു. എന്താണ് RJD-യുടെ യാദവ് വോട്ട് ബേസിന് സംഭവിച്ചത്? അതോ യാദവ് വോട്ട് ബേസ് മാത്രമായി പരിമിതപ്പെട്ടതുകൊണ്ടാണോ RJD ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടത്? കോൺഗ്രസ് വെറും 7 സീറ്റിലേക്ക് പരിമിതപ്പെടുകയാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയ തിരിച്ചടി? മഹാഗഠബന്ധൻ ഇനിയുള്ള നാളുകളിൽ ആലോചിക്കേണ്ടതാണ്. ഉന്നയിച്ച വിഷയങ്ങളിൽ എവിടെയായിരുന്നു പോരായ്മ? തൊഴിൽ എന്നുള്ളത് മുഖ്യ വിഷയമായി ഉന്നയിച്ചായിരുന്നു തേജസ്വി യാദവിന്റെ പോരാട്ടം. യുവാക്കളെ അദ്ദേഹം വിശ്വാസത്തിലെടുത്തു. യുവാക്കൾ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ വിഷയമായ സംസ്ഥാനമാണ് ബീഹാർ. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ 3 കോടി തൊഴിലില്ലാത്ത യുവാക്കൾ, 3 കോടി മൈഗ്രന്റ് വർക്കേഴ്സ്, ഇങ്ങനെ ഒരു സംസ്ഥാനമായ ബീഹാറിൽ ഒരു യുവാവ് തൊഴിൽ മുഖ്യ വിഷയമാക്കി നടത്തിയ ക്യാമ്പയിൻ അമ്പേ പരാജയപ്പെട്ടു പോവുകയും 20 കൊല്ലമായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾ വലിയ ഭൂരിപക്ഷത്തോടെ, സ്വപ്ന സമാനമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബീഹാറിന്റെ ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതിൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള വെൽഫെയർ സ്കീമുകൾ, ക്ഷേമ പദ്ധതികൾ വലിയ തോതിൽ ഡിവിഡൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം വളരെ പെർഫെക്റ്റ് ആയ സാമുദായിക ബാലൻസിംഗ്, എല്ലാ സമുദായങ്ങളെയും, അപ്പർ കാസ്റ്റുകളെ പ്രതിനിധീകരിക്കുന്ന വോട്ടുകൾ BJP-യിലേക്കും, കുർമി കോയറി വോട്ടുകൾ JDU-വിലേക്കും, അതുപോലെ തന്നെ കുശ്വാഹയിലേക്കും എത്തി. അതുപോലെ തന്നെ അതിദളിത് വോട്ടുകൾ HAM വഴി, ജിതാൻ റാം മഞ്ജിയുടെ പാർട്ടി വഴി ഈ NDAയുടെ ഫോൾഡിലേക്ക് തന്നെ എത്തുകയുണ്ടായി. പസ്വാൻ വോട്ടുകൾ മുഴുവനായി LJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെർഫെക്റ്റായ സാമുദായിക ബാലൻസിംഗ് നടത്തിയിരിക്കുന്നു. OBC വോട്ടുകളിൽ യാദവ ഇതര OBC വോട്ടുകളും ദളിത് വോട്ടുകളും അപ്പർ കാസ്റ്റ് വോട്ടുകളും സമ്പൂർണ്ണമായി നേടിക്കൊണ്ട് വലിയ ഒരു സാമുദായികമായ കൃത്യമായ കോമ്പിനേഷൻ അവിടെ നടപ്പാക്കാൻ NDAക്ക് കഴിഞ്ഞപ്പോൾ MY വോട്ട് ബാങ്കിലെ മുസ്ലിം വോട്ട് ഷാറ്റേഡ് ആവുകയും യാദവ വോട്ടുകളിൽ തന്നെ ചോർച്ച ഉണ്ടാവുകയും ചെയ്തതോടുകൂടി സമാനതകളില്ലാത്ത ഒരു വിനാശകരമായ തകർച്ചയിലേക്ക് മഹാഗഠബന്ധൻ നീങ്ങുകയായിരുന്നു. ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും നൽകിക്കൊണ്ടാണ് ബീഹാറിന്റെ വോട്ടെണ്ണൽ സമാപിക്കാൻ പോകുന്നത്. സമാനതകളില്ലാത്ത പോളിംഗും ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. ആർക്കനുകൂലം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മറ്റൊരു കണക്കിലേക്ക് കൂടി ഒന്ന് പോകാം. അപ്പോൾ അത് കുറെ കൂടി വ്യക്തമാകുമെന്ന് തോന്നുന്നു. 21.82%. അതായത് ആകെ ഇതുവരെ എണ്ണിയതിൽ 22% വോട്ട് BJP-യുടെ പോക്കറ്റിലാണ്. 22% വോട്ട് BJP-യുടെ പോക്കറ്റിലേക്ക് വരുമ്പോൾ JDU-വിന്റെ പോക്കറ്റിൽ ഉള്ളത് 18.53, 19%. അങ്ങനെ വരുമ്പോൾ 2 പ്രധാനപ്പെട്ട പാർട്ടികളും കൂടി 41% വോട്ട് സമാഹരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെന്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ LJP-യുടെ വോട്ട് കൂടി കൂട്ടുകയാണ്. LJP 6%-അടുത്ത് 5.49% വോട്ട് സമാഹരിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ 47% വോട്ട് മറ്റ് ഘടകകക്ഷികളെ കൂടി കൂട്ടുമ്പോൾ 50 ക്രോസ് ചെയ്യും. ആകെ പോൾ ചെയ്തതിന്റെ 50% വോട്ട് ക്രോസ് ചെയ്യും. 50% വോട്ട് സമാഹരിക്കുന്നത് നിതീഷ് ടീമാണ് എന്നത് വ്യക്തമാവുകയാണ്. ഇതാണ് ആ പോളിംഗ് പെർസെന്റേജിന്റെ വർധനവും ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ട്രെൻഡുമായി നമുക്ക് കൃത്യമായി താരതമ്യം ചെയ്യാൻ കഴിയുക. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 50%-ൽ അധികം പോൾ ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ NDA മുന്നണിയിൽ. 2 പ്രധാനപ്പെട്ട പാർട്ടികൾ കൂടി തന്നെ 42%, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷി അത് 6%, അപ്പോൾ 47, മറ്റ് ചെറു പാർട്ടികളെല്ലാം കൂടി 50% എന്ന ട്രെൻഡ് കാണിക്കണം. നേരത്തെ ഗുജറാത്തിലൊക്കെ സംഭവിച്ചത്. മറുവശത്ത് RJDക്ക് 22.98% വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. അതായത് അവരുടെ സ്വന്തം പോക്കറ്റിലുള്ള യാദവ് വോട്ട് മാത്രമാണ് RJDക്ക് കിട്ടിയിട്ടുള്ളത്. RJDയുടെ വോട്ട് ഷെയർ 22.98 കോൺഗ്രസ് അമ്പെ തകർന്നുപോയി 8.12% വോട്ടുകളാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. CPI-MLന് 3.15%, CPI-Mന് 0.60% വോട്ടുകളാണ്. അങ്ങനെ 30% പരിസരത്തേക്ക് മാത്രമാണ് മഹാഗഠബന്ധന്റെ വോട്ട് ഷെയർ എത്തുന്നത്. കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടു, RJDക്കും വലിയ തിരിച്ചടി നേരിട്ടു. RJDയെ സംബന്ധിച്ച് RJDയുടെ സ്വന്തം തട്ടകങ്ങൾ തന്നെ തകർന്നു പോകുന്ന അഭൂതപൂർവമായ സാഹചര്യമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് 6 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. എന്താണ് സ്ഥിതി എന്ന് നോക്കാം. നേരത്തെ നമ്മൾ BJP-യുടെ മിക്ക സീറ്റുകളും പരിശോധിച്ചിരുന്നു. 90%-ലധികം സീറ്റുകളും 5000-ന് മുകളിലേക്ക്, ചില സീറ്റുകൾ 20,000 വരെ ലീഡ് മാർജിൻ ഇപ്പോൾ തന്നെ ഉണ്ട്. കോൺഗ്രസ് 6 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. അതിൽ വാൽമീകി നഗറിൽ 607 വോട്ടിന്റെ ലീഡ് മാത്രമാണ് 8 റൗണ്ടുകൾ എണ്ണുമ്പോൾ കോൺഗ്രസിനുള്ളത്. 31 റൗണ്ടിൽ 8 റൗണ്ടുകൾ എണ്ണുമ്പോൾ വാൽമീകി നഗറിൽ 607 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. ബെട്ടിയാഹിൽ അവിടെ 684 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. 24 8 റൗണ്ട് എണ്ണുമ്പോൾ 684 വോട്ടിന്റെ കേവലമായ ലീഡ് മാത്രമേ ഉള്ളൂ. ഫുൽപ്പാരാസ് അങ്ങനെ ഒരു മണ്ഡലം, അവിടെ 841 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. അതും 1000-ൽ താഴെയാണ്. മനിഹാർ മണ്ഡലത്തിൽ 1712 വോട്ടിന്റെ ലീഡുണ്ട്. ബെഗുസരായിൽ 1621 വോട്ടിന്റെ ലീഡുണ്ട്. ഈ 6 മണ്ഡലങ്ങളിൽ ബെഗുസരായിലും മനിഹാരിയിലും മാത്രമാണ് 1000-ന് മുകളിൽ വോട്ടിന്റെ ലീഡ് ഉള്ളത്. ചെനാറി എന്ന മണ്ഡലത്തിൽ 221 വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. അതായത്
കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന 6 മണ്ഡലങ്ങളിൽ 4ഇടത്തും 1000-ൽ താഴെയാണ്. അതിൽ ഒരിടത്ത് 221 മാത്രമാണ്. മറ്റ് 2ഇടത്ത് 607, 684, 841 2ഇടത്ത് മാത്രമാണ് 1500-ന് മുകളിലുള്ളത്. ഇതാണ് സ്ഥിതി. എങ്കിലും 2000 തൊട്ടിട്ടില്ല 2 മണ്ഡലങ്ങളിൽ. നമ്മൾ ഹയാഘട്ടിലെ ഒരു കനൽ ഇപ്പോഴും കത്തിജ്വലിക്കുന്നുണ്ട്. 1568 വോട്ടുകൾക്ക് ശ്യാം ഭാരതി CPIM സ്ഥാനാർത്ഥി ഹയാഘട്ടിൽ ലീഡ് ചെയ്യുകയാണ്. 84-ാം നമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി ഹയാഘട്ടിൽ CPIM-ന്റെ ശ്യാം ഭാരതി 19,351 വോട്ടുകൾ നേടിക്കൊണ്ട് 1568 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 21 റൗണ്ട് ഉണ്ട്. അവിടെ 5 റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴാണ് CPIM സ്ഥാനാർത്ഥി 1568 വോട്ടുകൾക്ക് ലീഡ്. മജ്ലിസ് പാർട്ടി വീണ്ടും ഒരു സീറ്റിൽ കൂടി ലീഡ് ചെയ്യുന്നു. 3-ആയി ലീഡ് ഉയർന്നിരിക്കുകയാണ്. നേരത്തെ 2 സീറ്റുകളിൽ മജ്ലിസ് പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5ഇടത്ത് മത്സരിച്ച് വിജയിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ 4 MLA-മാർ RJD-യിൽ ചേരുകയായിരുന്നു. സമ്പൂർണ്ണമായി ഒരു പരാജയം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും ഒരു പരാജിതന്റെ ഭീതിയായിരുന്നു അന്ന് മജ്ലിസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇക്കുറി 3ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ 4370 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. അമോറിൽ 5990 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ബൈസിയിൽ 5139 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇതാണ് കോൺഗ്രസിന്റെയും മജ്ലിസ് പാർട്ടിയുടെയും ഒപ്പം ഇടത് പാർട്ടികളുടെയും പ്രകടനത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അതേസമയം